പിന്നെ നമ്മളുടെ ലക്ഷണറി അനുസരിച്ച് സേവികാ സംഘ ദിനമായിട്ടാണ് ഇന്ന് കൊണ്ടാടുന്നത്. എന്നാൽ നിങ്ങളുടെ വികാരിയച്ഛൻ അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, ഇടവ ദിനമാണ് എന്നുള്ളത് കൊണ്ട്. സേവികാ സംഘത്തിൻ്റെ ധ്യാനത്തിനായിട്ട് നൽകിയിരിക്കുന്ന ധ്യാന വിഷയം വളരെ ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നി. പരിവർത്തനത്തിൻ്റെ പ്രഘോഷകരും പ്രയോക്താക്കളും എന്നുള്ള വിഷയമാണ് നൽകിയിരിക്കുന്നത്. പ്രൊക്ലെയിമേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ് ഓഫ് ചേഞ്ച്. ഒരു ഇടവ ദിനത്തിൽ ധ്യാനിക്കുന്നതിന് നല്ല ഒരു ചിന്തയാണ് എന്നത് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഈ വേദഭാഗം തന്നെ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ എടുത്തത്. ഏതാനും ചിന്തകൾ ഏവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നാം ഒരു വിശ്വാസ സമൂഹമായിട്ടാണ് ദൈവസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്നത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വയനിർമ്മിത തടവറയിൽ നിന്ന് മറികടക്കുന്നതായിട്ടുള്ള വിശ്വാസികളായിട്ട് അനുദിനം തീരേണ്ടതാണ്. ആദിമ സഭയിൽ അപ്പോസ്തലന്മാർ അനുഭവിച്ചതായുള്ള പ്രയാസങ്ങളെക്കുറിച്ചെല്ലാം പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് ലേഖനമായിട്ട് വായിച്ച ഭാഗത്തെ അവരിൽ മുട്ടുള്ളവൻ ആരും ഉണ്ടായിരുന്നില്ല എന്നതുകൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുട്ടുള്ളവരാരും ഉണ്ടായിരുന്നില്ല. തങ്ങൾക്കുള്ളതിനെ അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുകൊണ്ട് വയ്ക്കുന്നതിനും ആവശ്യമുള്ളവർക്ക് അതിൽ നിന്ന് കൊടുക്കുന്നതിനൊക്കെ ഇടയായി തീർന്ന ഒരു സാമൂഹ്യ ക്രമം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും നാം തടവറകൾ സൃഷ്ടിക്കാറുണ്ട്. വിശുദ്ധ പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നാം നോക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തൻ്റെ ജീവിതത്തെ അയവിറക്കുന്നതിനായിട്ടും വളരെയധികം പരിഭ്രമചിത്തനായിട്ട് തീരുന്നതിനായിട്ടും ഇനി എന്ത് എന്നതിനെക്കുറിച്ച് വ്യക്തതയില്ലാതെ കൊഴിയുന്നതായുള്ള അവസ്ഥയെക്കുറിച്ചും എല്ലാം നമുക്ക് കാണാനായിട്ടിടയാകുന്നുണ്ട്. ഗത്സമനയിൽ നിന്ന് എഴുന്നേറ്റ് പോയതായുള്ള കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. തങ്ങളുടെ നാഥൻ തടവിലായി എന്ന് മനസ്സിലാക്കുന്നതായുള്ള അവസരത്തിൽ അവനെ ദൂരത്തുനിന്ന് പിൻഗമിക്കുന്നതായിട്ട് ആഗ്രഹിച്ചതായുള്ള പത്രോസ്, നീയും അവനോടുകൂടി ആയിരുന്നുവല്ലോ എന്ന് പറയുന്ന അവസരത്തിൽ ഞാൻ അവനെ അറിയുന്നില്ല എന്നാണ് പറയുന്നത്. 3 പ്രാവശ്യം തള്ളി പറയുന്നു. കോഴിക്ക് മുമ്പേ 3 പ്രാവശ്യം നീ എന്നെ തള്ളി പറയും എന്ന് കർത്താവ് പറയുന്നത് ഓർത്ത് അവൻ ദുഃഖിച്ചു എന്നതും നാം രേഖപ്പെടുത്തുന്നത്. കർത്താവ് അത് കാണുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അവൻ തള്ളി പറഞ്ഞു. ശിഷ്യഗണങ്ങളിൽ അഗ്രഗണ്യനെന്ന് നാം വിശേഷിപ്പിക്കുന്നതായുള്ളൊരുവനാണ് പത്രോസ്. നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്നെ കർത്താവ് ചോദിക്കുന്നതായുള്ള അവസരത്തിൽ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്ന് വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് പറയുവാൻ പത്രോസിന് മാത്രമേ സാധിച്ചുള്ളൂ. അപ്പോൾ കർത്താവ് അവനോട് പറയുന്നുണ്ട്, ബെറയോനെ സിമോനെ, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്നായൻ്റെ പിതാവാണ് ഇത് നിനക്ക് വെളിപ്പെടുത്തി തന്നത്. ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. വിശ്വാസത്തിൻ്റേതായുള്ള വാക്കുകൾ ഉരുവിടുന്നതായുള്ള പത്രോസ് മനുഷ്യ സഹജമായിട്ടുള്ള ഉയർച്ചയും താഴ്ചയുമൊക്കെ സമ്മിശ്രമായിട്ട് കാണപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. മനുഷ്യപുത്രൻ കഷ്ടപ്പെട്ട് കാൽവരി ക്രൂശിൽ മരിച്ചാണ് ദൈവരാജ്യം സ്ഥാപിക്കുവാൻ പോകുന്നത് എന്ന് കർത്താവ് പറയുന്നതായിട്ടുള്ള അവസരത്തിൽ ഈ പത്രോസ് തന്നെ പറയുന്നുണ്ട്, നിനക്കതരുത്. അപ്പോൾ കർത്താവ് ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പത്രോസ് നോക്കി പറഞ്ഞതായുള്ള കർത്താവ് തന്നെ അവനോട് പറയുന്നുണ്ട്, സാത്താനെ നീ എന്നെ വിട്ടുപോകും.
ഒരു മനുഷ്യ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ തന്നെ ദൈവത്തോടെ ഉള്ളതായുള്ള ആഭിമുഖ്യവും അതേ അവസരത്തിൽ പൈശാചിക ചിന്തകളും ഒക്കെ ഉണരുന്നതിനായിട്ട് സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പത്രോസ്. ഈ പത്രോസ് യേശു മരിച്ചു എന്നതൊക്കെ മനസ്സിലാക്കുമ്പോൾ, ക്രൂശിൽ മരിച്ചു, അവനെ തൂക്കിക്കൊന്നു എന്നതൊക്കെ മനസ്സിലാക്കുന്ന അവസരത്തിൽ യഹൂദന്മാരെ ഭയപ്പെട്ട് ഒരു മുറിയിലിരുന്നതായുള്ള ശിഷ്യന്മാരുടെ കൂടെയായിരുന്നു. അവൻ്റെ ഭയപ്പാടും നിസ്സഹായതയും ഒറ്റപ്പെട്ടതായുള്ള അവസ്ഥയും എല്ലാം നേരിടുന്നതായുള്ള ഒരു വ്യക്തിയായിട്ട് ഇത്ര പത്രോസിനെ കാണാനിടയാവുന്നത്. യേശു ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി എങ്കിൽ തന്നെയും ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞതായുള്ള മനുഷ്യനും കൂടിയാണ് പത്രോസ്. കൂടെയുള്ളതായുള്ള ശിഷ്യന്മാരെയും കൊണ്ട് 7 പേരെല്ലാം കൂടെ മീൻ പിടിക്കുന്നതിനായിട്ട് പോയി. ഒന്നും കിട്ടിയില്ല. യേശു അവനെ കടലിൽ നിന്നും വലയിൽ നിന്നും വള്ളത്തിൽ നിന്നുമൊക്കെ വിളിച്ചു വേർതിരിച്ചതായിട്ടുള്ള യേശുവാണ്. എന്നാൽ ഈ യേശുവിനെ ശരിയായ വിധം മനസ്സിലാക്കാൻ കഴിയാതെ പോയതായുള്ള പത്രോസ് ഇനി ഞാൻ മീൻ പിടിക്കാൻ പോവുകയാകുന്നു എന്ന് പറഞ്ഞാണ് യാത്ര ചെയ്യുന്നത്. പലപ്പോഴും യേശുവിൽ നാം കാണുന്ന പോലെ തന്നെ യേശു പ്രഭാതത്തിൽ ആ കടൽക്കരയിൽ നിന്നിരുന്നു. ഒന്നും പറയുന്നില്ല, പരിഭവമൊന്നുമില്ല, വഴക്കില്ല, ശാന്തമാണ്. കുഞ്ഞുങ്ങളെ വല്ലതും കിട്ടിയോ, വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഒന്നും കിട്ടിയില്ല എന്നാണ് മറുപടി പറയാനായിട്ടിടയാകുന്നത്. ഒന്നും കിട്ടിയില്ല. എന്നാൽ പടകിൻ്റെ വലതുവശത്തെ വലവേശുവിനെന്ന് പറയുമ്പോൾ ഒന്നും കിട്ടാതിരുന്ന സമുദ്രത്തിൽ നിന്ന് വെറുത്തതായുള്ള മീൻകൂട്ടത്തെ പിടിക്കുന്നതിനായിട്ടിടയായി തീരുകയാണ്. വിത്ത് ക്രൈസ്റ്റ് എവറിത്തിങ് ഈസ് പോസിബിൾ, ആൻഡ് വിത്തൗട്ട് ക്രൈസ്റ്റ് എവറിത്തിങ് ഈസ് എ സീറോ. വിശ്വാസ ജീവിതത്തിൽ നമുക്ക് യേശുവിനോട് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിനായിട്ട് സാധിക്കും. ഉയർത്തെഴുന്നേറ്റതായുള്ള യേശു ക്രിസ്തു ഇങ്ങനെ മീൻ പിടിക്കാൻ പോയതായുള്ള ശിഷ്യന്മാരെ ഉപേക്ഷിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ വന്ന് പ്രാതൽ കഴിച്ചുകൊള്ളുവിനെന്ന് പറഞ്ഞ് അവർക്ക് പ്രഭാത ഭക്ഷണം നൽകുകയാണ്. എന്നിട്ട് പത്രോസിന് നേരെ തിരിഞ്ഞ യേശു ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ്റെ മകനായ ശിമോനെ, നീ ഇവയേക്കാളൊക്കെ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുണ്ട്. നിനക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടി, അതിന് നിന്നെ സഹായിച്ചതായുള്ള ആളുകളുണ്ട്, അത് കരയ്ക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി തോന്നു, പ്രഭാത ഭക്ഷണം കിട്ടി. ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ ലഭ്യമാണ് എന്നത് മനസ്സിലാക്കിയിരിക്കുന്ന അവസരത്തിൽ ഇതിനേക്കാളൊക്കെ അധികമായിട്ട് നിനക്ക് എന്നെ സ്നേഹിക്കാനായിട്ട് കഴിയുമോ? ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ഇത് ഇന്ന് നമ്മോടുള്ള ചോദ്യമാണ്. ദേവാലയമൊക്കെ പുതുക്കി പണിയുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തോന്നുന്നു. മനോഹരമായുള്ള ദേവാലയത്തിൽ ഇന്ന് വന്ന് ആരാധിക്കുന്നതിനായിട്ടൊക്കെ നമുക്ക് ഇടയായിട്ട് തോന്നിയിരിക്കുന്നു. ഭൗതികമായിട്ടുള്ള പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ലഭ്യമായി തീരുമ്പോൾ ഈ ചോദ്യമാണ് യേശു ചോദിക്കുന്നത്, ഡു യു ലവ് മീ മോർ ദാൻ ദീസ്? ഉപകർത്താവെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് നീ അറിയുന്നു എന്ന് പത്രോസ് പറയുന്നതായുള്ള അവസരത്തിൽ യേശുവിനോട് പറയുന്നത്, നീ എന്നെ അനുഗമിക്കുക. ഇത് തന്നെ ആദ്യം വിളിച്ചപ്പോഴും പറഞ്ഞു, നീ വന്ന് എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കണം. നമ്മളുടെ വിശ്വാസ ജീവിതത്തിൽ അപ്രകാരം നാം വീണു പോകുന്നതായിട്ടുള്ള വീഴ്ചയിൽ നിന്ന്, പിറ്റ്ഫോൾസിൽ നിന്ന് ഒന്ന് കരകയറി കർത്താവിൻ്റെ കരം പിടിച്ച് അവനോടൊന്നിച്ച് യാത്ര ചെയ്യുവാൻ നമുക്കിടയായിട്ട് തീരുന്നുണ്ട്. കർത്താവുമായിട്ടുള്ള എൻകൗണ്ടറാണ് അത് നമുക്ക് ആവശ്യമായിരിക്കുന്നത്, ഒരു അഭിമുഖീകരണം. ഉയർത്തെഴുന്നേറ്റതായുള്ള കർത്താവായ യേശു ക്രിസ്തു സകല ശക്തിയെയും ജയിച്ച് ജീവിക്കുന്നതായുള്ള ക്രിസ്തുവാണ്.
ആ ക്രിസ്തുവിലാണ് ഇന്ന് എൻ്റെ ജീവിതം എന്ന് പറയുവാനായിട്ട് നമുക്കിടയാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. എന്നിൽ വസിപ്പയും ഞാൻ നിങ്ങളിലും വസിക്കുമെന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്. എന്നിൽ വസിപ്പയും ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായിട്ട് ഫലം കായ്പാൻ കഴിയാത്ത പോലെ നിങ്ങൾക്കും കഴിയുകയില്ല. എന്നാൽ ഞാൻ നിങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നു. പ്രൂണിങ് വേദനാജനകമാണ്, എങ്കിലും നമ്മെ ചെത്തി വെടിപ്പാക്കുന്നതായുള്ള കർത്താവ് പ്രയാസങ്ങളുടെയും പ്രശ്നങ്ങളുടെയും സങ്കീർണമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളുടെയും മധ്യത്തിൽ കൂടെ നമ്മെ കടത്തിക്കൊണ്ടു പോകുന്നതായുള്ള കർത്താവ് നമ്മിൽ നിന്ന് അധികം പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ ഫലം കായ്ക്കുന്നതിനാൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. നിങ്ങൾ അധികം ഫലം കായ്ക്കുന്നു, ഇതാണ് കർത്താവ് പറയുന്നത്. അതുകൊണ്ട് അധികം ഫലം കായ്ക്കുവാനായിട്ടുള്ള ജീവിതമാണ് നമുക്കെല്ലാം നൽകിയിരിക്കുന്നത്. ഇത് സാധ്യമായിട്ട് തീരണമെങ്കിൽ യേശു ക്രിസ്തു പറഞ്ഞ പോലെ തന്നെ യേശു ക്രിസ്തുവിൽ വസിക്കണം. അവനെ കേൾക്കുന്നതിനായിട്ടിടയായിട്ട് തരണം. ഇന്ന് ദേവാലയത്തിൽ വന്നിരിക്കുന്നതായുള്ള നിങ്ങളെല്ലാവരും തന്നെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരാണ് എന്നത് ഞാൻ വിചാരിക്കുകയാണ്, കരുതുകയാണ്. ദൈവശബ്ദം കേൾക്കുവാണ്ടൊക്കെയാണ് അവന് കാതോർക്കുന്നതായുള്ള അനുഭവം ജീവിതത്തിലുണ്ടാകും. ദൈവം നമ്മോട് പറയുന്നു, ഇനി എങ്ങോട്ട് എന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചോദിക്കുന്നതായുള്ള അവസരത്തിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് പറയും. ആ പറയുന്ന ദൈവത്തെ കേൾക്കുന്നതിനായിട്ട് നമുക്കിടയാണ്. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ നാം വായിക്കുന്നുണ്ട്. ഈ പത്രോസ് തന്നെ കൊർന്നല്യോസിൻ്റെ ഭവനത്തിലേക്ക് പോകുന്നതായിട്ടുള്ള പശ്ചാത്തലം. അവനെ വളരെ വിശന്നതായിട്ടുള്ള അവസരത്തിൽ തൂപ്പട്ടി ദർശനമൊക്കെ കാണുന്നുണ്ട്. നീ അർത്ഥം തിന്നുകൊള്ളുക എന്നൊക്കെ പറയുന്ന അവസരത്തിൽ അശുദ്ധമോ മലിനമോ ആയതൊന്നും ഞാൻ ഭക്ഷിക്കുകയില്ല എന്ന് ഞാൻ ഭക്ഷിക്കുന്നില്ല. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കൊർന്നല്യോസെ തന്റെ ദൂതന്മാരെ നിൻ്റെ അടുക്കൽ അയച്ച് നീ അങ്ങോട്ട് ചെല്ലണമെന്ന് പറയാനായിട്ട് പോവുക, നീ പോകണം. അവിടെ അശുദ്ധമോ മലിനമോ എന്ന് പറയുന്നതിനായിട്ടല്ല നീ ശ്രമിക്കേണ്ടത്, പോകണം. പത്രോസ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് പ്രവർത്തിച്ചു എന്നത് നാം വായിക്കുന്നുണ്ട്. മേശമേൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് വിളിക്കപ്പെട്ടതായുള്ളൊരു വ്യക്തിയായിരുന്നുവല്ലോ ഫിലിപ്പോസ്. ശമര്യ പട്ടണത്തിലേക്ക് എല്ലാവരും ചിതറിക്കപ്പെട്ടതായുള്ള അവസരത്തിൽ ശമര്യ പട്ടണത്തിലേക്ക് പോയതായുള്ള ഫിലിപ്പോസ് അവിടെ ചെന്നതുകൊണ്ട് ശമര്യ പട്ടണം മുഴുവനായിട്ട് സന്തോഷിക്കുന്നുണ്ട്. ഒരു നല്ല ശുശ്രൂഷയുടെ അന്തരീക്ഷം തനിക്ക് ലഭിക്കുന്നു. എന്നാൽ പരിശുദ്ധാത്മാവിനെ അവിടുന്ന് എടുത്തുകൊണ്ട് നിർജ്ജനമായുള്ള സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഈ ഗസയ്ക്കുള്ള വഴിയിൽ അവിടെ പോയി നിൽക്കണം. എന്തിനാ? അത് ഒഴിവാക്കിയില്ല. എന്നാൽ ദൈവത്തെ കേട്ട് അനുസരിച്ചതായിട്ടുള്ള അവസരത്തിൽ എത്യോപ്യനായുള്ള ഷണ്ണൻ അതുവഴി വരുന്നതായിട്ടും താൻ വായിക്കുന്നതായുള്ള ചുരുളിൽ അടങ്ങിയിരിക്കുന്ന ദൈവവചനം എന്താണെന്ന് ഗ്രഹിക്കാതിരിക്കുന്നതായിട്ടും ഒക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവൻ ദൈവത്തോട് ചേർന്ന് നടന്നു. യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവനോട് പറയുന്നതിനായിട്ട് ഇടയായിട്ട് തോന്നുന്നു. അവൻ സ്നാനപ്പെട്ടു ഒരു വിശ്വാസിയായിട്ട് തൻ്റെ രാജ്യത്തേക്ക് പോകുന്നതിനിടയാവുകയും ചെയ്തു. ഒരു രാഷ്ട്രത്തെ മുഴുവൻ കർത്താവിന് വേണ്ടി വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഫിലിപ്പോസിലുണ്ടായതായുള്ള സ്വഭാവം ദൈവശബ്ദം കേട്ടു എന്നതാണ്. ദൈവശബ്ദം കേട്ടു എന്നതാണ്. ഇത് കേൾക്കുവാനായിട്ടുള്ള മനോഭാവമാണ് നമ്മുടെ എല്ലാവരുടെയും വിശ്വാസ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത്. നമ്മളുടെ പ്രതിസന്ധികളിൽ നിന്ന് നമ്മെ കരയേറ്റുവാൻ, തടവറകളെയൊക്കെ മറികടക്കുവാൻ നമുക്കിടയായിട്ട് തീരുന്നത് അപ്രകാരമുള്ള ദൈവത്തോടുള്ള ആഭിമുഖ്യമാണ്.
ആദിമ അപ്പോസ്തലന്മാരിൽ നാം കാണുന്നതായിട്ടുള്ള സംഗതി, അവർ ദൈവത്തിൻ്റെ ഹൃദയത്തോടെ അടുത്ത് ജീവിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയമിടിപ്പുകൾ അവരുടെയും ഹൃദയമിടിപ്പുകളായിട്ട് മാറുന്നു. കന്നഡ സാഹിത്യത്തിൽ ശ്രദ്ധേയയായ എഴുത്തുകാരിയാണ് ബാനു മുഷ്താഖ് എന്ന് പറയുന്നതായിട്ടുള്ള വ്യക്തി. അനേക ചെറുകഥകളൊക്കെ അവർ രചിച്ചിട്ടുണ്ട്. അതിൻ്റെ സമാഹാരമെല്ലാം കൂടെ ഹാർട്ട് ലാമ്പ്, ഹൃദയദീപം എന്നതായിട്ടുള്ള തലക്കെട്ടിൽ പ്രസിദ്ധീകരിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. അങ്ങനെ പ്രസിദ്ധീകരിച്ചതായുള്ള ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നതായുള്ള പുസ്തകത്തിനാണ് ഈ വർഷം ഇൻ്റർനാഷണൽ ബുക്ക് സമ്മാനം ലഭിക്കുന്നതിനിടയായിട്ട് തോന്നുന്നത്. അതിലടങ്ങിയിരിക്കുന്നതായുള്ള ഒരു ചെറുകഥയിൽ 3 വ്യക്തികളെയാണ് പ്രതിപാദിക്കുന്നത്. ആ ഭവനത്തിൽ യൂസഫ് എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അഖിൽ, യൂസഫിൻ്റെ അമ്മയും അവരുടെ കൂടെയുണ്ട്. 3 പേരും കൂടിയാണ് താമസിക്കുന്നത്. എന്നാൽ അഖിലിനെ ഒരിക്കലും തൻ്റെ അമ്മായിയമ്മയെ മനസ്സിലാക്കുന്നതിനെ കഴിയാതെ പോകുന്നു. അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും ഒരു പോരാട്ടമാണ്, മാനസികമായുള്ള പോരാട്ടം. ഇത് യൂസഫിനെ വളരെയധികമായിട്ട് വിഷമിപ്പിച്ചു, വേദനിപ്പിച്ചു. തനിക്ക് അമ്മയോട് സ്നേഹമുണ്ട്, ഭാര്യയോടും സ്നേഹമുണ്ട്. 2 പേരെ ആദരിക്കുന്നതിനായിട്ടും 2 പേരെയും സ്വീകരിക്കുന്നതിനായിട്ടും തനിക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ തൻ്റെ സ്നേഹനിധിയായിട്ടുള്ള ഭാര്യ അമ്മയെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നത് വളരെയധികം വേദനാജനകമായിട്ട് തോന്നി. ഈ കഥയിലൂടെ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നത്, ജീവിതത്തിൽ വളരെ നേരത്തെ തന്നെ വിധവയായി തീർന്നതായുള്ള അമ്മയ്ക്ക് സ്നേഹനിധിയായിട്ടൊരു ഭർത്താവിനെ കണ്ടെത്തുവാനായിട്ട് ഈ മകൻ ആഗ്രഹിക്കുകയും അങ്ങനെ കണ്ടെത്തുകയും അവർ വിവാഹിതരായി മാറി താമസിക്കുന്നതിനായിട്ട് ഇടയാവുകയും ചെയ്തു എന്നതാണ്. അപ്പോഴാണ് അഖിലിന് താൻ ചെയ്തതായിട്ടുള്ള തെറ്റുകളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നത്, പശ്ചാത്തപിക്കുന്നത്. അമ്മയെ സ്നേഹിക്കുവാനായിട്ട് തന്നെ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതായിട്ട് ദുഃഖം അവളെ കൂടുതലായിട്ട് ഭരിക്കുന്നുണ്ട്. നാം അറിഞ്ഞും അറിയാതെ നമ്മളുടെ കുടുംബ ബന്ധങ്ങളിൽ തടവറകൾ സൃഷ്ടിക്കുന്ന ഇപ്രകാരമാണ്. എന്നാൽ അതിനെ മറികടക്കുന്നതിനായിട്ടുള്ള ദൈവികമായിട്ടുള്ള വഴികൾ ദൈവം നമുക്ക് നൽകിത്തരുന്നത് സ്വീകരിക്കുവാണ്ട് കോണം ദൈവവുമായുള്ള ബന്ധം എപ്പോഴും നമ്മൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ആദിമ സഭയിലെ അപ്പോസ്തലന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെല്ലായ്പ്പോഴും പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അഭിമുഖീകരിച്ചു എന്ന് മാത്രമല്ല, ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുകയും പുതിയ പുതിയ അനുഭവങ്ങളുടെ പ്രയോക്താക്കളായിട്ട് തീരുകയുമാണ് ചെയ്യുന്നത്. പ്രാക്ടീഷണേഴ്സ് ഓഫ് ദ ന്യൂ നോർമൽ. പുതിയ പുതിയ അനുഭവങ്ങൾ, നവസാമാന്യത എന്നതാണ് ന്യൂ നോർമലിനെ പറയാനായിട്ട് സാധിക്കുന്ന ട്രാൻസ്ലേഷൻ. സാമാന്യത. യേശു ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായതായിട്ടുള്ള അവസരത്തിൽ തോമസ് അവരോട് കൂടി ഇല്ലായിരുന്നു എന്നത് യോഹന്നാൻ്റെ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. 20-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ യേശു 8 ദിവസം കഴിഞ്ഞിട്ട് തോമസ് അപ്പോസ്തലന് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞു. പ്രധാനമായിട്ടും അവനോട് പറയുന്നത്, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും. ഞാൻ അവൻ്റെ ആണിപ്പാടുകൾ കാണുകയും അവൻ്റെ വിലാപ്പുറത്തെ കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്നാണ് പറയുന്നത്. യേശു അത് തന്നെ അവനോട് പറയുന്നു, നീ ആണിപ്പാടുകൾ കാണും, വിലാപ്പുറത്ത് നീ കൈയിട്ടോ, നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കും.
എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന ആദ്യ വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ ഈ തോമസ് അപ്പോസ്തലനാണ് സാധിച്ചത്. വിശ്വാസത്തിൽ ഉറച്ചു എന്ന് മാത്രമല്ല, എത്രയും ദൂരം സുവിശേഷമായി പോകുവാൻ തക്കവണ്ണം അപ്പോസ്തലന് സാധ്യമായിട്ട് തീരുകയും ചെയ്തു. ചരിത്രം നമ്മോട് പറയുന്നത് ഒരു രക്തസാക്ഷിയായിട്ട്, ഒരു മാർട്ടിയറായിട്ട് തോമസ് അപ്പോസ്തലൻ മരിച്ചു എന്നാണ്. കുന്നം കൊണ്ടുള്ള കുത്തേറ്റ് മരിച്ചു എന്നാണ്. മൈക്കൽ ഏഞ്ചലോ നമുക്കറിയാവുന്നതായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതേ ഒരു ദിവസം വഴിയെ നടന്നു പോകുന്നതായിട്ടുള്ള അവസരത്തിൽ ഒരു കടയുടെ മുമ്പാകെ ഇട്ടിരിക്കുന്നതായുള്ള കുറേ കല്ലുകൾ കണ്ടു. അതിലൊരു കല്ല് കണ്ടതായുള്ള അവസരത്തിൽ അദ്ദേഹം ആ കടയിലേക്ക് ചെന്ന് കടയുടമയോട് പറഞ്ഞു, എനിക്ക് ആ കല്ല് വേണം. കടയുടമയ്ക്കൊന്നും മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വേണ്ടാതെ അവിടെ ഇട്ടിരിക്കുന്നതായുള്ള കല്ല് വേണം എന്നത് മൈക്കലാഞ്ചലോ പറയുന്നത്. എന്നാൽ ആ കല്ല് കണ്ടതായുള്ള അവസ്ഥ മുതൽ തൻ്റെ ഹൃദയം മൈക്കലാഞ്ചലോട് പറയുകയാണ്, ആ കല്ല് പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള വ്യക്തികളുണ്ട്. തൻ്റെ സ്റ്റുഡിയോയിൽ ആ കല്ല് കൊണ്ടുപോയി, കല്ല് വെറുതെ കിട്ടി, ആ കല്ല് സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി ഏകദേശം 2 വർഷം അദ്ദേഹം അതിൽ പണിതതിന് ശേഷമാണ് മനോഹരമായിട്ടുള്ള ലാഫിയാത്തോ എന്ന് പറയുന്നതല്ല, അമ്മയുടെ മടിയിൽ ക്രൂശിൽ നിറയ്ക്കുന്നതായുള്ള യേശുവിൻ്റെ ശരീരം കിടത്തിയിരിക്കുന്നതായുള്ള രൂപം കൊത്തിയെടുക്കുവാൻ കൊണ്ട് സാധിച്ചത്. ഇത് മനോഹരമായിട്ട് താൻ കൊത്തിയെടുത്തതിന് ശേഷം ഈ കടയുടെ ഉടമയെ പോയി വിളിക്കുന്നുണ്ട്, ഒന്ന് കാണാനൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ടതായുള്ള അവസ്ഥയിൽ അദ്ദേഹം ചോദിക്കുന്നു, ഇതെങ്ങനെയാണ് നിനക്ക് സാധിച്ചത്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഈ കല്ലിൽ ഇത് എൻ്റെ ഹൃദയം കണ്ടു, അത് പുറത്ത് വരുന്നിടത്തോളം വേണ്ടാത്ത ഭാഗങ്ങളെല്ലാം ഞാൻ ചെത്തി പുറത്ത് കളഞ്ഞു. ജീവിതത്തെ ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്നത് വേദനാജനകമാണ്. എന്നാൽ അത് ആവശ്യമായി വരും. സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ നമ്മെ ഓരോരുത്തരെയും കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശ നിവൃത്തിക്കായിട്ട് ജീവിപ്പാൻ്റെ കോണം ഇടയായിട്ട് തീരണം. ഇന്നത്തെ മനോരമയിലെ ചിന്തകൾ, ഇന്നത്തെ ചിന്തകൾ എന്ന് പറയുന്നതായിട്ടുള്ള ഭാഗത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നത് തോമസ് ആൽവ എഡിസനെ കുറിച്ചാണ്. എല്ലാ മാതാപിതാക്കളും ചെയ്യുന്ന പോലെ തോമസ് എഡിസനെ പഠിക്കുന്നതിനായിട്ട് സ്കൂളിലേക്ക് അയച്ചു. ഒരു ദിവസം ക്ലാസ് ടീച്ചർ അവനോട് പറഞ്ഞു, ഈ എഴുത്ത് നീ കൊണ്ടുപോയി നിൻ്റെ അമ്മയ്ക്ക് കൊടുക്കും. അപ്രകാരം ചെയ്തു. ആ എഴുത്ത് കൊണ്ടുപോയി അമ്മയുടെ കൈ കൊടുത്തു. അമ്മ ആ കവറൊക്കെ പൊട്ടിച്ച് എഴുത്ത് തന്നെയാണെന്ന് വായിച്ചപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായിട്ട് ഒഴുകി. എന്താ അമ്മയെ കരയുന്നത്? അമ്മ അവനോട് പറഞ്ഞു, മകനെ, നിന്നെ ആ സ്കൂളിൽ പഠിപ്പിക്കാൻ കഴിയുകയില്ല എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ പഠിപ്പിക്കണം. ഞാൻ നിന്നെ പഠിപ്പിക്കാനായിട്ട് പോവുകയാണ് നാളെ മുതൽ. അക്ഷരം എഴുതുവാൻ, വായിക്കുവാൻ, കണക്ക് കൂട്ടുവാൻ, ഈ കാര്യങ്ങളെല്ലാം അമ്മയാണ് അവനെ പഠിപ്പിച്ചത്. പത്ത് 80 വയസ്സാകുന്ന അവസരത്തിൽ ഈ മകനാണ് ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് മാറിയത്. 1000-ലധികം കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹം തൻ്റെ പരീക്ഷണശാലയിലൂടെ ചെയ്ത് ലോകത്തിന് നൽകിയത്. ബൾബ്,
ഇലക്ട്രിസിറ്റി എങ്ങനെ ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു നല്ല ക്യാമറ സ്റ്റുഡിയോയിൽ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ സംസാരങ്ങളൊക്കെ ലിഖിത രൂപത്തിൽ എഴുതിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്, ആദ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹമാണ് ലോകത്തിന് നൽകിയത്. തൻ്റെ പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വന്നതായുള്ള അവസരത്തിൽ അമ്മയ്ക്ക് കൊടുത്തു വിട്ടതായുള്ള എഴുത്ത് തോമസ് എഡിസന് ലഭിക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിങ്ങളുടെ മകന് ഒരു വിഭ്രാന്തിയുള്ളതായിട്ടുള്ള മകനാണ്, അവനെ പഠിപ്പിക്കുവാനായിട്ട് ഇവിടെ ക്ലാസ്സില്ല, ഇവിടെ ഈ സ്കൂൾ മതിയാവുകയില്ല, അതുകൊണ്ട് അവനെ നിങ്ങൾ തന്നെ വീട്ടിൽ സ്വീകരിച്ചു, വീട്ടിൽ പഠിപ്പിച്ചു. യാതൊരു മടിയും കൂടാതെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം നൽകിയതായിട്ടുള്ള മകനെ പഠിപ്പിച്ചോ ഉയർത്തിക്കൊണ്ട് വന്നതായിട്ടുള്ള അവസരത്തിൽ ലോകത്തിന് പ്രയോജനകരമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്ന ഒരു മകനാക്കി വളർത്തുന്നതിനായിട്ട് സാധിച്ചു. സ്കൂളിനും ടീച്ചറിനും ഒരുപക്ഷെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല, എന്നാൽ ദൈവം തോറ്റുപോകുകയില്ല. ദൈവം നൽകിയിരിക്കുന്നതായുള്ള ഓരോന്നിനെക്കുറിച്ചും ദൈവത്തിന് ഉദ്ദേശമുണ്ട്. വി കന്നോട്ട് ഡിഫീറ്റ് ഗോഡ്. കാത്തിരുന്ന് ദൈവത്തിൻ്റെ വഴികൾ കണ്ടെത്തുക എന്നത് ആവശ്യമായിരിക്കുന്നത്. ക്ഷമയുണ്ടോ, സാവകാശമുണ്ടോ, സഹിഷ്ണുതയുണ്ടോ, ദൈവത്തിൻ്റെ ഇഷ്ടം നമ്മളുടെ ജീവിതത്തിലൂടെ നിറവേറുന്നതിനായി നൽകിക്കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മെ തന്നെ നൽകിക്കൊടുക്കുവാൻ കഴിയുമോ? നമ്മുടെ മക്കളെ നൽകിക്കൊടുക്കുവാനായിട്ട് സാധിക്കുമോ? നമ്മുടെ കുടുംബത്തെ നൽകുന്നതിനായിട്ട് സാധിക്കുമോ? എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം എന്നെ പറയുന്നതായുള്ള പ്രാർത്ഥന ഉരുവിടുവാനായിട്ട് കഴിയും. പുതുക്കിയതായുള്ള ദേവാലയത്തിൽ ആരാധിക്കുവാനായിട്ട് വന്നു ചേർന്നിരിക്കുന്നതായുള്ള പ്രിയപ്പെട്ടവരെ, ദേവാലയമല്ല പുതുക്കപ്പെടേണ്ടത്, നമ്മളുടെ ജീവിതമാണ് പുതുക്കപ്പെടേണ്ടത്. നാമാണ് പുതുക്കപ്പെടേണ്ടത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇനി സകലതും പുതുതായി തീർന്നു. ഈ അനുഭവമുള്ള വ്യക്തികളായി ഓരോരുത്തരും രൂപാന്തരപ്പെടുവാനായിട്ട്, അതിന് പ്രയോക്താക്കളായിട്ട് തീരുവാനായിട്ടും, അത് ഒരു സാക്ഷ്യമായിട്ട് ലോകത്തിൽ പറയുവാനായിട്ടും ഇടയായിട്ട് തീരണം. നമുക്ക് മാത്രമല്ല, ഈ വലിയ സമൂഹം നമ്മെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുള്ള അവസരത്തിൽ ആ ഒരു സാക്ഷ്യമുള്ള രംഗത്തേക്ക് വളരുന്നതിനായിട്ട് നമുക്കിടയാകും. അപ്രകാരമുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം.